Hi friends, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ഇത് ലഞ്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ചൂട് ബ്രെഡിലൂടെ ആവിയായിട്ട് എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഇടിയപ്പം, അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ നടപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു കഷ്ണം പട്ടയും 2-3 ഏലക്കവും പിന്നെ 2 കഷ്ണം ഒരു സ്റ്റാർ അനീസിലെ തക്കോലും അതും പിന്നെ 1-2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തണം. അത് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ചെറിയുള്ളിയും 3-4 പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ചതച്ച കൂട്ടാണ് കേട്ടോ. അത് ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്കൊരു 2 സവാള ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. സവാളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഒതുങ്ങി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഈ ഒരു കറി ഉണ്ടല്ലോ, അധികം എരിവൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു കറി. ഒരു മഞ്ഞ കളർ കറിയാണല്ലോ, മുളക് പൊടി നമ്മൾ ചേർക്കൊന്നുമില്ല. ചെറിയൊരു പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികൾ ഒരു പൊട്ടനെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വന്നെടുക്കാം. പിന്നെ ഒരു തക്കാളിയും ഒരു ക്യാരറ്റും, ചെറിയൊരു ക്യാരറ്റാണ്. തക്കാളിയും ഒരു ചെറുത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 750 ഗ്രാമോളം ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതായിരിക്കണം. ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുക്കുന്നത്. ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ആ ഒരു ചിക്കൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു പൊടികളൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് തേങ്ങയുടെ 2-ാം പാൽ വേണമെങ്കിലും ചേർത്തിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഞാൻ ഇപ്പോൾ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂട്ടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 3 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പച്ചക്കറിയും ചിക്കനും ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ അടപ്പിട്ടിട്ടൊന്ന് അടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 വിസിൽ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഇനി ഞാൻ അതാ ഒരു ഇടിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഈ 2 നമ്മൾ പൊടിച്ച ഒരു ഫ്രഷായിട്ട് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നന്നായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കും. നല്ലൊരു ഫ്ലേവറും കൂടെ ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. അത് ചേർക്കണേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇടിയെല്ലാം ഇട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം ആ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ചിക്കനിൽ വെള്ളമൊക്കെ തന്നെ വന്നിട്ട് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിനി അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ടില്ലേ അത് ചേർത്തെടുക്കാം. പിന്നെ ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഒന്നെങ്കിൽ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാൽ നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. കട്ടിക്ക് എടുത്തിട്ട് തന്നെ ചേർത്തെടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറിലാവുന്ന ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് 1 ടീസ്പൂൺ നെയ്യും ആ ഒരു പൊടിച്ച മസാലയിൽ നിന്ന് വീണ്ടും ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കറി നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ അത് ഇടിയപ്പം കേട്ടോ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. അപ്പം ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ സാധാരണ വെള്ളവും ഉപ്പും വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് മാവിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തുള്ള സമയത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ആ ഒരു ഇടിയപ്പ അച്ചിലോട്ട് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ വെച്ച് ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്തെടുത്താലുണ്ടല്ലോ ഇടിയപ്പോൾ ഒന്ന് വെന്ത് ഓവർ കുക്കഡായി പോകും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റും.
അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് പാക്ക് ചെയ്യുന്നതാണ് ഇടിയപ്പം ആ ഒരു ചിക്കൻ മപ്പാസമാണ് കേട്ടോ. അപ്പം ലഞ്ച് ഇന്നില്ല കേട്ടോ. മോനാണ് മെയിനായിട്ട് ലഞ്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചില വീഡിയോയിൽ ഞാൻ ലഞ്ച് റെസിപ്പീസും കൂടെ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. അപ്പം ഈ എരിവൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഈ ഒരു കറി. അപ്പോൾ എന്തായിരുന്നാലും തയ്യാറാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഒരു പേജിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.